എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10th ക്ലാസ്സിലെ ഹിന്ദി NCERT സ്പർശ് എന്ന ബുക്കിലെ 14th ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേരാണ് ഗിർഗിറ്റ്. ഇത് എഴുതിയിരിക്കുന്നത് അന്തോൻ ചേക്കവ് ആണ്. അന്തോൻ ചേക്കവ് ഒരു റഷ്യൻ റൈറ്ററാണ്. അദ്ദേഹം എഴുതിയിരിക്കുന്ന കഥയും ഒരു റഷ്യൻ കഥ തന്നെയാണ്. പറഞ്ഞാൽ അവിടുത്തെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കഥയാണ്. അദ്ദേഹം ജനിച്ചത് 1860-ലാണ്. പിന്നെ 1884 അതായത് അദ്ദേഹത്തിന് 24 വയസ്സുള്ള സമയത്താണ് ഈ കഥ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ റഷ്യയിലുള്ള ഭരണ സംവിധാനം അഥവാ അവിടുത്തെ പൊളിറ്റിക്കൽ സിസ്റ്റം എല്ലാം ഭയങ്കര മോശമായിരുന്നു. സാധാരണ ജനങ്ങളെയോ നിയമങ്ങളെയോ എല്ലാം സംരക്ഷിക്കേണ്ട ആ സ്ഥാനത്ത് ജനങ്ങളുടെ അടുത്തെല്ലാം മോശമായിട്ടൊക്കെ ആയിരുന്നു പെരുമാറിയിട്ടുണ്ടായിരുന്നത്. കാര്യങ്ങളൊന്നും ശരിയായിരുന്നില്ല. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള അപ്പോഴത്തെ ഒരു ചെറിയ ഇൻസിഡൻ്റാണ് നിങ്ങൾക്ക് പാഠമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പേര് ഗിർഗിറ്റ് എന്ന് കൊടുക്കാൻ കാരണം എന്താണ്? ഗിർഗിറ്റ് എന്ന് വെച്ചാൽ അർത്ഥമാണ് ഓന്ത് അഥവാ കെമിലിയോൺ. അപ്പോൾ ഓന്തിൻ്റെ മെയിനായിട്ടുള്ള പിന്നെ ക്യാരക്ടറിസ്റ്റിക് എന്താണ്? അത് ഏത് സറൗണ്ടിങ്ങിൽ ഇരിക്കണോ അതിനനുസരിച്ച് അതിൻ്റെ നിറം മാറും അല്ലേ. അതതിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അല്ലേ. അതിൻ്റെ സൃഷ്ടി അങ്ങനെയാണ്. അപ്പോൾ ഇവിടെയും എന്താണ്, ഈ കഥയിൽ ഒരു ക്യാരക്ടർ ഇൻസ്പെക്ടർ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ ഇങ്ങനെ സമയത്തിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം മാറ്റി മറിച്ചും പറയും. ഇതല്ല അത്, അതല്ല അത് എന്ന് പറഞ്ഞാൽ അതൊന്നും ശരിയായ കാര്യങ്ങളല്ല. പക്ഷെ എന്താണ്, ഇതേപോലെ തന്നെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ പറയും. അതുകൊണ്ടാണ് ഗിർഗിറ്റ് എന്ന് പേര് വെച്ചിരിക്കുന്നത്. ഇനി പാഠ പ്രവേശ്. അച്ചി ശാസൻ വ്യവസ്ഥ വഹി ഹോത്തി ഹെ ജോ സമത പർ ചലത്തി ഹെ. നല്ല ഭരണ സംവിധാനം. ശാസൻ വ്യവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശാസൻ എന്ന് വെച്ചാൽ ഭരണം, വ്യവസ്ഥ സിസ്റ്റം, പൊളിറ്റിക്കൽ സിസ്റ്റം അല്ലെങ്കിൽ ഭരണ സംവിധാനം അതാണ്. ഏതാണ്? ജോ സമത പർ ചലത്തി ഹെ, ഈക്വലിറ്റി, തുല്യതയിൽ നടക്കുന്നത്. സബ്കോ ഏക് ദൃഷ്ടി സെ ദേഖ്തി ഹെ, എല്ലാവരെയും ഒരേ ദൃഷ്ടിയിൽ കാണുക. അന്യായി ഓർ ഉസ്കെ അന്യായ് കോ ന്യായ് കെ തരാജു പർ ഹി തോൽത്തി ഹെ. അന്യായി ജോ അന്യായ് കർനെ വാല, അന്യായം ചെയ്യുന്നവനെയും അന്യായത്തിനെയും ന്യായത്തിൻ്റെ ത്രാസിൽ തൂക്കുന്നു. അതിൻ്റെ അർത്ഥം അവരുടെ അന്യായങ്ങളെ ന്യായത്തിലേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ ഇല്ലാതാക്കുക. ऐसी शासन व्यवस्था जन जन में कानून के प्रति आदर और समर्पण ഭാവ് ജഗാത്തി ഹെ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഭരണ സംവിധാനം ജനങ്ങളിൽ നിയമത്തിനോട് ആദരവും സമർപ്പണ ഭാവവും ഉണർത്തുന്നു. നിർഭയതാക്കി ഭാവന ബി പേദാ കർത്തി ഹെ, ഭയമില്ലായ്മ, നിർഭയത, അങ്ങനെ ഒരു ഫീലിങ്സ്, ഭാവനയും അവിടെ വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? കാരണം നല്ല രീതിയിൽ നല്ല ഭരണ സംവിധാനമാണ്, എല്ലാവർക്കും നീതി കിട്ടുന്നുണ്ട്, ന്യായമുണ്ട് എന്നൊക്കെ ആവുമ്പോൾ എന്താണ്, നമുക്ക് പേടിയും ഉണ്ടാവില്ല അല്ലേ. പറഞ്ഞാൽ ഇവിടെ പോസിറ്റീവായിട്ടാണ് നിർഭയത എന്ന് പറയുന്നത്. ऐसी शासन व्यवस्था कायम तब भी हो सकती है जब शासन की भागदौड़ संभालने वाले पक्षपात किए बिना अपने अधिकारों और कर्तव्यों का पालन करे. അപ്പോൾ ഇങ്ങനെ നല്ല രീതിയിലുള്ള ഒരു ഭരണ സംവിധാനം എപ്പോഴാണ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുക? ശാസൻ കി ഭാഗ്ഡോർ സംഭാലനെ വാലെ, ഈ ഭരണം നിയന്ത്രിക്കുന്ന ആൾക്കാരെ, ഭാഗ്ഡോർ സംഭാലന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭരണം കൺട്രോൾ ചെയ്യുന്ന നിയന്ത്രിക്കുന്ന ആൾക്കാരെ പക്ഷപാതി കിയ ബിന, പക്ഷപാതം ചെയ്യാതെ അഥവാ പാർഷ്യാലിറ്റി ഇല്ലാതെ, ഭേദഭാവം എന്ന് ഹിന്ദിയിൽ പറയാം പക്ഷപാതത്തിന്, പാർഷ്യാലിറ്റി ഇല്ലാതെ അവരുടെ അധികാരങ്ങളെയും കർത്തവ്യങ്ങളെയും എല്ലാം പാലിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഇതുപോലെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും. ഇവിടെ ഭാഗ്ഡോർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇവിടെ കൺട്രോൾ ചെയ്യാമെന്നാണ് അർത്ഥം. പക്ഷേങ്കിൽ വേർഡ് മീനിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഡോറി, ഡോർ എന്ന് വെച്ചാൽ ചരട്. ഭാഗ്ഡോർ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുതിരയൊക്കെ ഇല്ലേ, കുതിരയുടെ പറഞ്ഞ മൂക്ക് കയറെന്നൊക്കെ പറയാം. ഇങ്ങനെ ആ മുഖത്ത് നിന്ന് പിന്നെ ഒരു ബെൽറ്റോ, ലെതറിൻ്റെ ബെൽറ്റോ അല്ലെങ്കിൽ കയറോ ഒക്കെ ഇട്ടിട്ട് നമ്മൾ അതിനെ പിടിച്ച് അതിനെ കൺട്രോൾ ചെയ്യും അല്ലേ. അതിനെ പിടിച്ചിട്ടാണ് അതിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് പോവുക. അപ്പോൾ അതിനെയാണ് ഇവിടെ ഭാഗ്ഡോർ എന്ന് വേർഡ് മീനിങ് പറയുക കേട്ടോ. घोड़े की लगाम में बांधे जाने वाला रस्सी, घोड़े की लगाम കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ബാന്ധേ ജാനെ വാല, കെട്ടുന്ന, രസ്സി ചരട് അഥവാ കയറിന്. जब वे इस कसौटी पर खरे नहीं उतरते तब देश में अराजकता का साम्राज्य स्थापित होते देर नहीं लगती. കസോട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രൈറ്റീരിയ, ഈ സിറ്റുവേഷനെയാണ് പറയുന്നത്. അപ്പോൾ ഈ ക്രൈറ്റീരിയ ഒന്നും പാലിക്കാത്ത പക്ഷം രാജ്യത്ത് അരാജകതയുടെ സാമ്രാജ്യം സ്ഥാപിക്കപ്പെടും. അരാജകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു സിസ്റ്റവും ഇല്ലാതെ അവ്യവസ്ഥ, ഒരു വ്യവസ്ഥയും ഇല്ലാതെ നേരെ തിരിച്ച് പ്രശ്നങ്ങളായി തുടങ്ങും. 1884 में लिखी गई प्रस्तुत कहानी में रूस के महान लेखक ने एक ऐसे अवसर का वर्णन किया है. 1884 ഈ കഥ, നമുക്ക് ഈ തന്നിരിക്കുന്ന കഥ റഷ്യൻ റൈറ്റർ എഴുതിയ ഈ കഥയിൽ അങ്ങനെയുള്ള ഒരു അവസരം, ഒരു സിറ്റുവേഷനെ പറ്റിയിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത്.
जब जार शाही शासन चापलूसों भाई भतीजेवाद के पोषक अधिकारियों के ഭരോസെ ചൽ റഹാത്ത. അപ്പോൾ ഇതിൽ ജാർ ഷാഹി ശാസൻ ചാപ്ലൂസോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ജാർ ഷാഹി ശാസൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭ്രഷ്ടാചാർ ശാസൻ എന്ന് പറയാം. അതിൻ്റെ അർത്ഥം കറപ്ഷൻ, ടോട്ടലി കറപ്ഷൻ. ജാർ ഷാഹി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശാസൻ എന്ന് വെച്ചാൽ ഭരണം, അത്രേ ഉള്ളൂ. അപ്പോൾ കറപ്ഷൻ ആയിട്ടുള്ള, കറപ്റ്റഡ് ആയിട്ടുള്ള ഭരണം. ചാപ്ലൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ നമ്മൾ സ്പൂൺ ഫീഡ് ചെയ്യുക, പറഞ്ഞാൽ നമ്മൾ ആവശ്യമില്ലാണ്ട് ആൾക്കാരെ നമ്മൾ രക്ഷയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കാര്യം കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രശംസിച്ചുകൊണ്ടിരിക്കില്ലേ, അതിനെയാണ് ചാപ്ലൂസി കർണ എന്ന് പറയുക. ജൂട്ടി പ്രശംസ, ജൂട്ട പ്രശംസ കർണ എന്നൊക്കെ പറയാം. പിന്നെ ഭായി ഭത്തീജാവാദ്. ഭായി ഭത്തീജാവാദ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? നെപ്പോട്ടിസം എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും അതിന്. അതിൻ്റെ അർത്ഥം ഭായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സഹോദരൻ, ഭത്തീജ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെഫ്യൂ, അല്ലേ? അതാണ് നെപ്പോട്ടിസം. അത് പറഞ്ഞാൽ എന്താണ്? നമ്മൾക്ക് നമ്മളുടെ പവറെല്ലാം നമ്മളുടെ വീട്ടിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. പറഞ്ഞാൽ പൊളിറ്റിക്കൽ പവറെല്ലാം നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർക്കൊക്കെ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ മെയിനായിട്ടും അവർക്കെല്ലാം വല്ല ജോലിയൊക്കെ വാങ്ങി കൊടുക്കാനോ അങ്ങനെ നെഗറ്റീവായിട്ട് യൂസ് ചെയ്യുക. അതിനെയാണ് ഭായി ഭത്തീജാവാദ് എന്ന് പറയുക. യൂസിങ് യുവർ പവർ ഫോർ അൺഫെയർ, പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ അഡ്വാൻറ്റേജ് ടു യുവർ ഫാമിലി, എസ്പെഷ്യലി ഗിവിങ് ദം ജോബ് എന്നൊക്കെ പറയും. അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എന്താണ് പറയുന്നത്? ആ സമയത്തെ കഥയാണ്. അപ്പോൾ ഭയങ്കര കറപ്ഷൻ ആയിരുന്നു. പിന്നെ ചാപ്ലൂസി, പറഞ്ഞാൽ ആവശ്യമില്ലാതെ അവരെയൊക്കെ പ്രശംസിക്കണം നമുക്ക് നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട്. പിന്നെ ഭായി ഭത്തീജാവാദ്ക്ക് പോഷക് അധികാരി, പറഞ്ഞാൽ അവരുടെ വീട്ടിലുള്ള ആൾക്കാർക്ക് അവരൊന്നും അർഹിക്കുന്നതല്ലെങ്കിലും കൂടിയിട്ടൊക്കെ ജോലി വാങ്ങിക്കൊടുക്കുക അല്ലെങ്കിൽ വേറെ സ്ഥാനമാനങ്ങൾ കൊടുക്കുക, അങ്ങനത്തുള്ള പോഷക് അധികാരിയൊക്കെ ഭരോസെ, അങ്ങനെയൊക്കെ ചെയ്യുന്ന അധികാരികൾ, തെറ്റായത് അല്ലേ, അങ്ങനെയുള്ള അവരുടെ വിശ്വാസത്തിൽ രാജ്യം നടക്കുന്ന സമയത്ത് എങ്ങനെയുണ്ടാവും അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സമയമായിരുന്നു. നതീജ യഹ താക്കി വേ കാനൂൻ കെ യാ ആം ആദ്മി കെ പക്ഷ് മേ ऐसी ഫരിയാദ് കാ ഭി ന്യായോചിത് ഫൈസല നഹി കർ പാത്തെ തേ. അതിൻ്റെ റിസൾട്ട് എന്തായിരുന്നു? നതീജ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഔട്ട്കം, റിസൾട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാനൂൻ കെ യാ ആം ആദ്മി കെ പക്ഷ് മേ, നിയമം അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ആൾക്കാർ, ആം ആദ്മി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ജനങ്ങളുടെ പക്ഷത്തിൽ ऐसी ഫരിയാദ് കാ ഭി ന്യായോചിത് ഫൈസല നഹി കർ പാത്തെ തേ. ഫരിയാദ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലൈൻറ്റ്, ശിക്കായത്ത്. അപ്പോൾ സാധാരണ കംപ്ലൈൻറ്റുകൾക്ക് കൂടിയിട്ട് അതിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ടും കൂടിയിട്ട് ന്യായോചിതമായിട്ടുള്ള ന്യായം ഉള്ള ഒരു തീരുമാനം, ഫൈസല എന്ന് വെച്ചാൽ ഡിസിഷൻ, തീരുമാനം എടുക്കാൻ സാധിക്കാതെ വരുന്ന ഒരു സമയമായിരുന്നു. ജിസ്മേ ദോഷി കോയി മനുഷ്യ നഹി ബൽക്കി വഹഷി കുത്താഹി ക്യൂ ന ഹോ. അതിൽ ദോഷി ഒരു മനുഷ്യനല്ല, വഹഷി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ക്രൂരത അല്ലെങ്കിൽ ബർബരത എന്നൊക്കെ പറയാം. വഹഷി എന്നുള്ളത് ഒരു ക്രൂരമായിട്ടുള്ളൊരു പട്ടിയാണെന്നുണ്ടെങ്കിൽ കൂടിയിട്ട് എന്താണ്? ഒന്നും തീരുമാനങ്ങൾ നല്ല രീതിയിൽ എടുക്കാൻ പറ്റാത്തതായിരുന്നു. സംഭവതः ऐसी शासन व्यवस्था के लिए ही സന്ത് കവി തുളസിദാസിനെ കബി കഹാ ഹോഗ. അതും ഇതുപോലുള്ള ഒരു ഭരണസാധനത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു അവസരത്തിന് ആയിരിക്കും ഒരു പക്ഷേ പിന്നെ സന്യാസിയായിട്ടുള്ള കവി തുളസിദാസ് ഇതുപോലെ പറഞ്ഞിട്ടുണ്ടാവാം. എന്താണത്? സമർത്ത് കോ നഹി ദോഷ് ഗുസായി. ഇത് തുളസിദാസ് പറഞ്ഞ ഒരു വരിയാണ്. അപ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്താണെന്ന് വെച്ചാൽ സമർത്ഥ് എന്ന് വെച്ചാൽ സാമർഥ്യമുള്ള ആൾക്കാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? നെഗറ്റീവായിട്ട് പവർ കയ്യിലുള്ള ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാർ എന്താണ്? ആരും ഒന്നും ചെയ്യില്ല. നാഹി ദോഷ് ഗുസാഹി, കോയി ഉസ്കോ കോയി ദോഷ് കർണേ വാല നഹി ഹെ, ഉസ്കോ കോയി കുച്ച് ദോഷ് നഹി പहुंचाएगा. അതിൻ്റെ അർത്ഥം പറഞ്ഞാൽ എന്താണ്? പേടിച്ചിട്ട് അവരുടെ അടുത്ത് ഒന്നും ചെയ്യാൻ പോവില്ല, അവരൊന്നും ചെയ്യാൻ പോവില്ല, അതാണ് അതിൻ്റെ അർത്ഥം. ഇനി ചാപ്റ്റർ തുടങ്ങാം. हाथ में बंडल थामे पुलिस इंस्पेक्टर ओचू मेलाव नया ओवरकोट पहने हुए बाजार के चौराहे से गुजरा. കയ്യിൽ ബണ്ടൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഘട്ട, വടിയാണ് ഉദ്ദേശിക്കുന്നത്. താമേ, താങ്ങി പിടിച്ചുകൊണ്ട്. പോലീസ് ഇൻസ്പെക്ടർ ഓച്ചുമെലാവ്, പോലീസ് ഇൻസ്പെക്ടറുടെ പേരാണ് ഓച്ചുമെലാവ്, അതാ റഷ്യൻ പേരാണ്. നയ ഓവർകോട്ട് പെഹനെ ഹുയെ, പുതിയ ഓവർകോട്ടൊക്കെ ധരിച്ച് ബജാറിൽ, മാർക്കറ്റിൽ, ചൗരാഹ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 വഴികളുള്ളത്, ക്രോസ് റോഡ്സ്, 4 കൂടി മൊക്കെ എന്നൊക്കെ പറയില്ലേ, അതിലെ കൂടി പോയി, ഗുജറ പോയി. ഉസ്കെ പീछे अपने हाथों में जब्त की गई जरबेरियों की टोकरी उठाए लाल बालों वाला एक സിപ്പാഹി ചല ആ രഹാത്ത. അദ്ദേഹത്തിൻ്റെ പിന്നാലെ തൻ്റെ കയ്യിൽ ജപ്ത് കീ ഗയി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കബ്സ കീ ഗയി, കബ്സ കർണ, അതിൻ്റെ അർത്ഥം പിടിച്ചെടുത്ത,
ഫോഴ്സിബിളി പിടിച്ചെടുത്ത ജർബേരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേർ കാ ഏക് കിസം എന്ന് കൊടുത്തിട്ടുണ്ട്. ബേർ എന്ന് വെച്ചാൽ ബെർറീസ് കുറേ ടൈപ്പ് ബെർറീസ് ഇല്ലേ, ഫ്രൂട്ട്സ്. അപ്പോൾ അതിൽ ഒരു തരത്തിലുള്ളതാണ് ജർബേരി. സ്ട്രോബെറിക്കും പറയാറുണ്ട് ജർബേരി എന്ന് വെച്ചാൽ, പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ബെറിയൊക്കെ. അപ്പോൾ അത് ഒരു ബാസ്ക്കറ്റിലുണ്ട്. അതും എല്ലാം പിടിച്ചുകൊണ്ട് ഒരു ചുമന്ന പിന്നെ മുടിയുള്ള ഒരു സിപ്പാഹി പിന്നാലെ പോകുന്നുണ്ടായിരുന്നു. ചാരോർ ഖാമോഷീത, 4 വശത്തും സൈലൻസ്, നിശബ്ദതയായിരുന്നു. ഖാമോഷി എന്ന് വെച്ചാൽ നിശബ്ദത. ചൗരാഹെ പർ കിസി ആദ്മി കാ നിശാൻ തക്ക് നഹി താ, ആ ചൗരാഹയിൽ ഒരാളുടെയും അടയാളവും പറഞ്ഞാൽ ഒരാളെയും കാണാനില്ല. ദുക്കാനോ കെ ഖുലെ ദർവാജെ, കടകളുടെ തുറന്നു കിടക്കുന്ന വാതിലുകൾ. ഭൂക്കെ ജബഡോ കി തരാഹ് ഭഗവാൻ കി ഇസ് സൃഷ്ടി കോ ഉദാസ് നിഗാഹോ സെ താക് രഹേ തേ. ഭൂക്കെ ജബഡോ, ഭൂക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹംഗ്രി, വിശപ്പുള്ള. ജബഡ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോസ്, തൊണ്ണെന്ന് പറയില്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം വളരെ ഡള്ളായിട്ടുള്ള ഒരവസ്ഥ. അതുപോലെ ഭഗവാന്റെ ഈ സൃഷ്ടിയെ ഉദാസ നിഗാഹോസെ, വളരെ ഉദാസമായിട്ടുള്ള, നിരാശയായിട്ടുള്ള കണ്ണുകളോടുകൂടി നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. താക്കന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. കോയി ഭിഖാരി തക് ഉൻകെ ആസ്പാസ് നഹി ദിഖ് രഹാ താ, ഒരു ഭിക്ഷക്കാരനെ കൂടിയിട്ട് അവിടെ എങ്ങും കാണാനില്ലായിരുന്നു. സഹസ ഓറ്റുമിലാവ് കെ കാനോ മേ ഏക് ആവാസ് ഗൂഞ്ചി, പെട്ടെന്ന് ഓറ്റുമിലാവിൻ്റെ ചെവികളിൽ ഒരു ശബ്ദം കേട്ടു. तो तू काटेगा, നീ കടിക്കൂ എന്താ. തൂ ഷേത്താൻ കഹിക, നീ ഷേത്താൻ. ഓ ചോക്കരെ, ചോക്കര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൺകുട്ടികളെ, ചോക്കരി പെൺകുട്ടി. അപ്പോൾ ആ കുട്ടികളെ വിളിക്കുന്ന ഇസ്സേ മത് ജാനേദോ, ഇതിനെ പോകാൻ അനുവദിക്കരുത്. ഇൻ ദിനോ കാട്ട് ഖാന മനാഹെ, ഈ ദിവസങ്ങളിൽ കടിക്കാൻ പാടില്ല. പക്കടല്ലോ ഇസ് കുത്തേക്കോ, ഈ പട്ടിയെ പിടിക്കൂ എന്ന്. ഇത് ആർക്കാണ് കേട്ടത്? ഓച്ചുമെലാവിന് പെട്ടെന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കേട്ട വാക്കുകളാണ് ഇത്. ഇൻ ദിനോ കാട്ട് ഖാന മനാഹെ എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് പറഞ്ഞാൽ, ഇപ്പോൾ ആരെയും അങ്ങനെ ഉപദ്രവിക്കാനൊന്നും പാടില്ല, നിയമങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ ഒരു അർത്ഥത്തിലാണ് കേട്ടോ. തബ് കിസി കുത്തേക്ക് കിക്കിയാനേക്ക് ആവാസ് സുനായി ദി. കിക്കിയാന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഷ്ടമേ ഹോനെ പർ കുത്തേ ദ്വാര കി ജാനെ വാലി ആവാജ്, എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള സമയത്ത് അതിനെ ആരെങ്കിലും ഉപദ്രവിക്കുകയോ കല്ലെടുത്തെറിയൊക്കെ ചെയ്യില്ലേ, അങ്ങനെയുള്ള സമയത്ത് നിലവിളിക്കില്ലേ, ഒരു കീ പറഞ്ഞൊരു സൈസിൽ നിലവിളിക്കില്ലേ, അങ്ങനെ ആ ശബ്ദത്തിനാണ് കിക്കിയാന എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ശബ്ദിച്ചുകൊണ്ടിരുന്നു. ओचुमेलाव ने उस आवाज़ की दिशा में घूम कर घूरा और पाया कि एक व्यापारी पिचुगिन के काठ गोदाम में से एक कुत्ता 3 टांगों के भल पर रेंगता चला आ रहा है. അപ്പോൾ എന്താണ് അവിടെ കണ്ടത്? ഓച്ചുമിലാവ് തിരിഞ്ഞു നോക്കി, ശബ്ദം കേട്ട സ്ഥലത്തേക്ക് തിരിഞ്ഞു നോക്കി. ഘൂംകർ ഘൂര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഘൂംകർ എന്ന് വെച്ചാൽ തിരിഞ്ഞ്, ഘൂറ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുറച്ചു നോക്കുക. അപ്പോൾ എന്താ കണ്ടത്? ഒരു വ്യാപാരി, പിച്ചുഗൻ എന്ന ഒരു വ്യാപാരി. ആ വ്യാപാരിയുടെ കാട്ട് ഗോദാമിൽ നിന്ന്, കാട്ട് ഗോദാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? മരത്തടികളുടെ ഗോഡൗൺ. ഗോദാം എന്ന് വെച്ചാൽ ഗോഡൗൺ. അപ്പോൾ ലക്കടി കാ ഗോദാം, അപ്പോൾ മരത്തടികളൊക്കെ വെച്ചിരിക്കുന്ന ഗോഡൗൺ. ആ ഗോഡൗണിൽ നിന്ന് ഏക് കുത്ത 3 ടാങ്കോ കെ ബൽപ്പർ, ഒരു പട്ടി 3 കാലിൽ രേങ്ക്ത ചല ആ രഹാ ഹെ. രേങ്ക്ത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഴഞ്ഞു വരിക. ക്രോളിംഗ് എന്ന് പറയില്ലേ, ക്രോളിംഗ്, CRAWL, ക്രോൾ. അപ്പോൾ അങ്ങനെ എഴഞ്ഞുകൊണ്ട് വരുന്നുണ്ടായിരുന്നു. പറഞ്ഞാൽ ഒരു കാലിന് എന്തോ പറ്റിയിട്ടുണ്ടത് അതിന്. അപ്പോൾ 3 കാലാവണ സമയത്ത് കുറച്ച് ഇഴുത്തിട്ടല്ലേ വരിക, അതാണ് പറയുന്നത്. അപ്പോൾ കാട്ട് ഗോദാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മരത്തിൻ്റെ ഗോഡൗൺ. പിച്ചുകൻ പറഞ്ഞ ആ വ്യാപാരി. चींट की कलफ लगी कमीज़ और बिना बटन की वास्केट पहने हुए एक व्यक्ति कुत्ते के पीछे दौड़ रहा था. चींट की कलफ लगी कमीज़, കലഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാട് ലഗായ ഗയ കപ്പട എന്ന് കൊടുത്തിട്ടുണ്ട്. മാടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഞ്ഞി കേട്ടോ, കഞ്ഞി പിഴിഞ്ഞിട്ടുള്ള തുണി, പറഞ്ഞാൽ നല്ല സ്റ്റിഫായിട്ടുള്ള നല്ല തുണി. ചീണ്ടെന്ന് വെച്ചാൽ തുള്ളികൾ. അപ്പോൾ ഇവിടെ അതിൻ്റെ അർത്ഥം എന്താണ്? നല്ല പിന്നെ കഞ്ഞിയൊക്കെ പിഴിഞ്ഞ നല്ല കമ്മീസ് പറഞ്ഞാൽ കുർത്ത എന്നൊക്കെ പറയില്ല തന്നെ, അതും. പിന്നെ ബിന ബട്ടൺ കെ വാസ്കറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുതരം ജാക്കറ്റ് തന്നെയാണത്. അപ്പോൾ ബട്ടൺ ഇല്ലാത്ത ജാക്കറ്റ്. അപ്പോൾ കുർത്ത ഇട്ടിട്ടുണ്ട്, അതിൻ്റെ മേലെ ജാക്കറ്റ്. അപ്പോൾ അതിൻ്റെ മേലെ ജാക്കറ്റ് ഇടുമ്പോൾ അതിൻ്റെ ബട്ടണൊന്നും ഇടാതെ അങ്ങനെ ഇടുമല്ലോ. അപ്പോൾ അങ്ങനെ ഇട്ടിട്ട് ഒരു വ്യക്തി കുത്തിക്ക് പീച്ചെ ദോഡ് റഹാത്ത, ആ പട്ടിയുടെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഗിർത്തെ പടത്തെ ഉസ്നെ കുത്തെ കോ പിച്ച്ലി ടാങ് സെ പക്കഡ് ലിയ, എങ്ങനെയൊക്കെയോ വീണ് ആ പട്ടിയെ അതിൻ്റെ പിന്നാലത്തെ കാലിനെ പിടിച്ചു. ഫിർ കുത്തെ കാ കിക്കിയാന ഓർ എക് ചീക്ക് മത് ജാനെ ദോ, അപ്പം എന്തായി? ആ പട്ടിയുടെ ശബ്ദം വന്നു, അതേപോലെ കൈ എന്നുള്ള ശബ്ദവും വന്നു. പിന്നെ ഏക് ചീക്ക്, ഒരു നിലവിളി, ചീക്ക് എന്ന് വെച്ചാൽ നിലവിളി. മത് ജാനേദോ, പോകാൻ വിടണ്ട എന്നൊരു നിലവിളിയും ദോബാര സുനായി ദി, രണ്ടാമത്തെ തവണയും കേട്ടു. ദുക്കാനോമേ ഊക്തേ ഹുയെ ചെഹരെ ബഹർ ജാക്കെ ഓർ ദേഖ്തേ ഹി ദേഖ്തേ, പിന്നെ കടകളിൽ ഉറക്കം തൂങ്ങിക്കൊണ്ടിരിക്കുന്ന, ഊങ്ക്തേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജപ്പക്കലേന, സോജാന എന്നൊക്കെ പറയാം. പറഞ്ഞാൽ ഇങ്ങനെ ചെറിയൊരു ഉറക്കം പറയില്ലേ അതിന്, അങ്ങനെ ഉറക്കം തൂങ്ങിക്കൊണ്ടിരിക്കുന്ന ആ മുഖങ്ങളെല്ലാം പെട്ടെന്ന് അവരത്
നെണീറ്റ് വെളിയിലേക്ക് നോക്കാൻ തുടങ്ങി. और देखते ही देखते അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കവേ തന്നെ ജैसे ज़मीन फाड़कर निकल आई एक भीड़, ജമീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിലം, ഫ്ലോറൊക്കെ കീറി മുറിച്ച് വലിയൊരു തിരക്ക് അവിടെ എത്തി. അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെയുള്ള ജനങ്ങൾ മുഴുവൻ അവിടെ കൂടി വലിയൊരു തിരക്ക് കൂടി എന്നേ ഉള്ളൂ. കാട്ട് ഗോദാം കോ ഘേർ കർ ഖടി ഹോ ഗയി, ആ കാട്ട് ഗോദാം, ആ മരത്തിൻ്റെ ആ ഗോഡൗണിനെ മുഴുവനും വളഞ്ഞ്, ഘേർക്കർ എന്ന് വെച്ചാൽ വളഞ്ഞ് അവിടെ വന്ന് നിന്നു. ഹുസൂർ യഹ് തോ ജനശാന്തി ഭംഗ് ഹോ ജാനെ ജൈസാ കുച്ച് ദിഖ് രഹാ ഹൈ, സിപാഹിനെ കഹാ. ഹുസൂർ എന്ന് വെച്ചാൽ സാറ്. അപ്പോൾ സിപ്പാഹി പറഞ്ഞു, ഹുസൂർ സാറ് ഇവിടെ ജനശാന്തി തടസ്സപ്പെടുത്തുന്നത് പോലെ എന്തൊക്കെയോ കാണുന്നുണ്ട്. ഓച്ചു മെലാവ് മുട ഓർ ഭീഡ് കി തരഫ് ചൽ ദിയ, ഓച്ചു മെലാവ് തിരിഞ്ഞു നോക്കി ആ ക്രൗഡിൻ്റെ അടുത്തേക്ക് പോയി. ഉസ്നെ കാട്ട് ഗോദാം കെ പാസ് ബട്ടൺ വിഹീൻ ബാസ്കറ്റ് ധാരൺ കിയേ ഹുയെ ഉസ് ആദ്മി കോ ദേഖ, അവിടെ എന്താ കണ്ടത്? ആ കാട്ട് ഗോദാമിലെ ആ മരത്തടികളുടെയൊക്കെ ഗോഡൗണ്, ആ ഗോഡൗണിൻ്റെ അടുത്ത് ആ ബട്ടണില്ലാത്ത ജാക്കറ്റ് ഇട്ട ആ വ്യക്തിയെ കണ്ടു. जो अपना दाएं हाथ उठाए वहाँ मौजूद था तथा उपस्थित लोगों को अपनी लुहुलुहान उंगली दिख रहा था. അപ്പോൾ അദ്ദേഹം അവിടെ എന്താ ചെയ്യേണ്ടായിരുന്നത്? ആ വ്യക്തി, ബട്ടൺ ഇല്ലാത്ത ജാക്കറ്റ് ഇട്ട ആ വ്യക്തി തൻ്റെ റൈറ്റ് ഹാൻഡ് ഉയർത്തി കാണിച്ച് പിന്നെ അവിടുത്തുള്ള ആൾക്കാർക്കെല്ലാം ആ രക്തം പുരണ്ട ആ കൈയിൻ്റെ വിരലിനെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ലുഹുലുഹാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലഡി ആയിട്ടുള്ള, രക്തം പുരണ്ട, ബ്ലഡ് ആയിട്ടുള്ളത്. ഉസ്കെ നശീലെ സെ ഹോ ആയെ ചെഹരെ പർ സാഫ് ദിഖ് രഹാ था ഷെയ്ത്താൻ കി ഔലാദ്. അപ്പോൾ ആ വ്യക്തിയുടെ ആ കൈ ഉയർത്തിപ്പിടിച്ച് കാണിക്കുന്നുണ്ടായിരുന്നില്ലേ, അയാളാണ് പറയുന്നത് ഉസ്കെ എന്നിവിടെ. അപ്പോൾ അയാളുടെ നശീലെ സെ ഹോ ആയ ചെഹരെ, നശീല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുടിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും കണ്ണുകളൊക്കെ, അതുപോലെ പറഞ്ഞാൽ ദേഷ്യം വന്നിട്ടൊക്കെയാണ് അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആ ഒരു മുഖത്തിൽ സാഫ് ക്ലിയർ ആയിട്ട് എഴുതി കാണിക്കുന്ന പോലെ തോന്നി. എന്താണ്? ഷെയ്ത്താൻ കി ഔലാദ്, ഷെയ്ത്താൻ്റെ സന്താനം എന്ന് എഴുതിയ പോലെ കാണപ്പെട്ടു. പറഞ്ഞാൽ അയാളുടെ മുഖത്ത് അങ്ങനെ കാണപ്പെട്ടു. അയാൾ പറയാൻ എന്തൊക്കെയാണ് വരണമെന്ന് അയാളുടെ മുഖം കണ്ടിട്ട് നമുക്കങ്ങനെ തോന്നി എന്നർത്ഥം. मैं तुझे छोड़ने वाला नहीं, ഞാൻ നിന്നെ വിടാൻ പോകുന്നില്ല. और उसकी उंगली भी जीत के झंडे की तरफ घड़ी दिखाई दे रही थी. പിന്നെ അയാളുടെ ഉംഗലി, ആ വിരലും എന്താണ്, വല്ല ജയിച്ചിട്ട് ഇങ്ങനെ കാണിക്കുന്ന പോലെ, ജണ്ട, ഫ്ലാഗ്, കൊടി കാണിക്കുന്ന പോലെ ഇങ്ങനെ മേലേക്ക് ഉയർത്തി കാണിക്കുന്നുണ്ടായിരുന്നു അയാൾ. ഓച്ചുമെലാവിനെ ഈ വ്യക്തിക്ക് പെഹച്ചാൻ ലിയ, ഓച്ചുമെലാവ് ഈ വ്യക്തിയെ തിരിച്ചറിഞ്ഞു, അയാൾക്ക് മനസ്സിലായി. വഹ ക്യൂക്രീൻ നാമക് സുനാർത്ത, ആ വ്യക്തി ആരായിരുന്നു? ക്യൂക്രീൻ എന്ന പേരിലുള്ള ഒരു സുനാർ, ഗോൾഡ് സ്മിത്ത്, സ്വർണ്ണപ്പണിക്കാരനായിരുന്നു. और इस भीड़ के बीचों बीच अपनी अगली टांगे पसारे नुकीले मुंह और पीठ पर फैले पीले दाग वाला अपराधी सा नजर आता. അപ്പോൾ ആ വ്യക്തി അവിടെ എന്താ ചെയ്യേണ്ടായിരുന്നത്? ഭീഡ് കെ ബീച്ചോ ബീച്ച്, ആ തിരക്കിൻ്റെ ഇടയിൽ നിന്ന് അപ്പനി അഗ്ലി ടാങ് സാരെ, തൻ്റെ കാല്, ടാങ്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലിനെ ഇങ്ങനെ പരത്തി നിർത്തിയിട്ട്, പസാർന എന്ന് വെച്ചാൽ ടു സ്പ്രെഡ്, ഫേലാന, അങ്ങനെ നിന്ന്, നുക്കീലെ മുഹ, നുക്കീല എന്ന് വെച്ചാൽ ഷാർപ്പായിട്ടുള്ള എന്ത് സാധനത്തിനും പറയും. അപ്പം നുക്കീല മുഹ, ആ ഷാർപ്പായിട്ടുള്ള ഫേസ്, അതിൻ്റെ അർത്ഥം ദേഷ്യം വന്നിങ്ങനെ കൂർത്ത ഫേസൊക്കെ വെച്ച്, പീഡ് പർ ഫേലെ പീലെ ദാഗ്വാല, പിന്നാലെ പുറത്ത്, എന്ന് വെച്ചാൽ മുതുകത്ത് എന്തോ യെല്ലോ കളറിൻ്റെ, മഞ്ഞ കളറിൻ്റെ എന്തോ അടയാളമൊക്കെ ആയിട്ടുണ്ട്. ദാഗ് എന്ന് വെച്ചാൽ അടയാളം. അപരാധീസ നസറാത്ത, എന്തോ അപരാധം ചെയ്ത പോലെ ഒരു കാണപ്പെട്ടു, അങ്ങനൊരു പിന്നെ ലുക്ക് ഉണ്ടായിരുന്നു. സഫേദ് ബാർജോയി പില്ല, പിന്നെന്താണ്? വെള്ള കളറിലുള്ള ബാർജോയി പില്ല എന്ന് വെച്ചാൽ പപ്പി, നായ്ക്കുട്ടി. അപ്പോൾ ബാർജോയി എന്ന് വെച്ചാൽ അതൊരു ബ്രീഡാണ് പറയുന്നത്. പിന്നെ ഊപ്പർ സെ നീച്ചത്തെ കാംത പസ്ര പടാത്ത, അപ്പോൾ ആ പിന്നെന്താണ്? ആ പപ്പിയുടെ കണ്ടീഷൻ എങ്ങനെയായിരുന്നു? മോള് തൊട്ട് താഴെ വരെ അതിങ്ങനെ വറച്ചുകൊണ്ട് പേടിച്ചവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഉസ്കി ആസുവസെ സനി ആങ്കോ മേ സങ്കട്ട് ഓർ ആതങ്കി ഗഹരി ചാപ്തി, അപ്പോൾ ആ പപ്പിയുടെ കണ്ണുകളിൽ അതിൻ്റെ ആസുവോസെ പറഞ്ഞാൽ അതിൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ടായിരുന്നു. ആസു എന്ന് വെച്ചാൽ ടിയേഴ്സ്, കണ്ണുനീര് വരുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള കണ്ണുകളിൽ ഭയങ്കര സങ്കടവും, ആതങ്കി ഗഹരി ചാപ്പ്, ആതങ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പേടിപ്പിക്കുന്ന പോലെ ഭയഭീതിയായിട്ടുള്ള എന്തൊക്കെയോ കാണപ്പെട്ടു. यह सब क्या हो रहा है? ഇതെന്താ സംഭവിക്കുന്നത്? ഭീഡ് കോ ചീർത്തെ ഹുവേ ഓച്ചുമിലാവിനെ സവാൽ കിയ, ആ തിരക്കിനെയെല്ലാം ഇങ്ങനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഓച്ചുമിലാവ് ചോദിച്ചു. ചീർണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചീർണ, ഫാടന എന്നൊക്കെ വെച്ചങ്ങനെ കീറുക. അതിൻ്റെ അർത്ഥം ഇവിടെ എന്താണ്? കൈകൊണ്ട് ഇങ്ങനെ മാറെന്ന് പറയില്ലേ, അതാണ്. തും സബ് ലോഗ് ഇധർ ക്യാ കർ രഹേ ഹോ, നിങ്ങളെല്ലാവരും ഇവിടെ എന്താ ചെയ്യുന്നത്? തുമ്നെ അപ്നി യഹ് ഉംഗലി ഊപ്പർ ക്യൂ ഉഠാ രഖി ഹെ, നീ നിൻ്റെ ഈ വിരലിങ്ങനെ മുകളിൽ എന്തിനാ കാണിക്കുന്നത്? ചില്ലാക്കോൻ റഹാത്ത, ആരാണ് നിലവിളിക്കുന്നത്? അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചു ഓച്ചുമെലാവ്.
हुजूर मैं तो चुपचाप चला जा रहा था सर, ഞാൻ മിണ്ടാതെ പോവുമായിരുന്നു. മുँह पर हाथ रखकर खांसते हुए ക്യൂക്രിൻ ने कहा. വായിൽ കൈ ഇങ്ങനെ വെച്ചിട്ട് ചുമച്ചുകൊണ്ട് ക്യൂക്രിൻ എന്നൊരു വ്യക്തി പറഞ്ഞു. എന്താ പറഞ്ഞത്? ഞാൻ മിണ്ടാതെ പോകുമായിരുന്നു എന്ന് പറഞ്ഞു. മുझे मित्री मित्रिच से लकड़ी लेकर कुछ काम निपटाना था. ഇവിടെ സെൻറ്റൻസ് അനുസരിച്ചിട്ട് മിത്രിച്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മിത്രിച്ച് എന്ന് പേരുള്ള ഒരു ഫ്രണ്ട് എന്നാണ്. പക്ഷേ കുറച്ച് വ്യത്യസ്തമായിട്ടും ചിലവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത്, ക്യൂക്രിൻ പറയുന്നത് എന്താണ്, എൻ്റെ മിത്രിച്ച് എന്ന് പറയുന്ന ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് ഞാൻ വുഡ് അഥവാ മരത്തടി എടുത്തുകൊണ്ട് പോയി കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കണമായിരുന്നു. നിപ്റ്റാന എന്ന് വെച്ചാൽ ചെയ്തു തീർക്കാം. തബ് അച്ചാനക് ഇസ് കമ്പക്തിനെ അക്കാരൻ മേരി ഉംഗലി കാട്ട്കായി. അപ്പോൾ പെട്ടെന്ന് ഈ കമ്പക്ത് എന്ന് വെച്ചാൽ കം സമച്ച് വാല, അധികം ബുദ്ധിയില്ലാത്തത്, കം ബുദ്ധിവാല, അക്കാരൻ ഒരു കാരണവുമില്ലാതെ എൻ്റെ വിരലിനെ കടിച്ചു. മാഫ് കരേ, മാപ്പ് തരൂ. ആപ് തോ ജാനത്തെ ഹെ മേ ടെഹ്റ എക് കാംകാജി ആദ്മി. നിങ്ങൾക്കറിയാമല്ലോ ഞാനൊരു കാംകാജി ആദ്മിയാണ്, പണി ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്, കുറേ പണിയെടുക്കുന്ന ഒരാൾ, അതാണ് കാംകാജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മേരെ കാം ഭി ഏക്ദം പേച്ചിദ കിസ്മ കാ ഹെ. എൻ്റെ പണിയും എന്താണ്, ഏക്ദം മുഴുവനായിട്ടും കഠിനമായിട്ടുള്ള തരത്തിലുള്ളതാണ്. പേച്ചിദ എന്ന് വെച്ചാൽ ജഠിൽ അഥവാ കഠിൻ എന്ന് മീനിങ് കൊടുത്തിട്ടുണ്ട്. കഠിനമായിട്ടുള്ള പണിയാണ് എൻ്റെ. അതിൻ്റെ അർത്ഥം ഇവിടെ സ്വർണ്ണപ്പണിക്കാരനാണെന്നല്ലേ പറയുന്നത്. അപ്പോൾ മുഴുവനും കൈകൊണ്ടും വിരലുകൊണ്ടൊക്കെ ചെയ്തു തീർക്കുന്ന കാര്യങ്ങളാണല്ലേ. मुझे लग रहा है एक हफ्ते तक मेरी यह उंगली अब काम करने लायक नहीं हो पाएगी. എനിക്ക് തോന്നുന്നു ഇനി ഒരാഴ്ച വരെ എൻ്റെ ഈ വിരലുകൊണ്ട് ഒരു പണിയും ചെയ്യാൻ സാധിക്കില്ല എന്ന്. तो हुजूर मेरी गुजारिश है कि इसके मालिकों से मुझे हर्जाना तो दिलवाया जाए. ഗുസാരിഷ് എന്ന് വെച്ചാൽ റിക്വസ്റ്റ്, മാലിക് ഉടമസ്ഥൻ, ഹർജാന എന്ന് വെച്ചാൽ ക്ഷതിപൂർത്തി എന്ന് ബാക്കിൽ എഴുതിയിട്ടുണ്ട്. കോമ്പൻസേഷൻ, നഷ്ടപരിഹാരം, എന്തെങ്കിലും സംഭവിച്ചാൽ നഷ്ടത്തിന് തിരിച്ച് നമ്മൾ എന്തെങ്കിലും പൈസയൊക്കെ കൊടുക്കില്ലേ, അത്. അപ്പോൾ എന്താ പറയുന്നത്, എന്നാൽ സാറേ എൻ്റെ ഒരു റിക്വസ്റ്റാണ്, ഇതിൻ്റെ ഉടമസ്ഥനോട്, ആരുടെ, പട്ടിയുടെ ഉടമസ്ഥനോട് എനിക്ക് നഷ്ടപരിഹാരം വാങ്ങിച്ചു തരണം, കോമ്പൻസേഷൻ വാങ്ങിച്ചു തരണം. യഹ് തോ കിസി കാനൂൻ മേ നഹീ ലിഖാ ഹൈ ഹുസൂർ की आदमखोर जानवर इसे हमें काट खाए और हम उन्हें बर्दाश्त करते रहे. ആദംഖോർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്മിക്കോ ഖാനേവാല, മനുഷ്യരെ തിന്നുന്ന മൃഗം. ബർദാസ്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സഹന്ന, ടു ടോളറേറ്റ്, സഹിക്കുക. ഝേൽന എന്നും പറയാം, ഝേൽന എന്നും പറയാം. അപ്പോൾ എന്താ പറയുന്നത്, ഈ ഒരു നിയമത്തിലും ഇങ്ങനെ എഴുതിയിട്ടില്ല. എന്താണ്, ഇങ്ങനെ മനുഷ്യരെ തിന്നുന്ന മൃഗം ഞങ്ങളെ കടിക്കുക, എന്നിട്ട് ഞങ്ങൾ അതിനെ സഹിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ. അഗർ ഹർ കോയി ഇസി തര കാട്ട് ഖാന ഷുറു കർ ദേ തോ ജിന്ദഗി തോ നരക് ഹോ ജായേഗ. അപ്പോൾ എന്താ പറയണേ, ഇതുപോലെ എല്ലാവരും ഇങ്ങനെ കടിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, ഞങ്ങളുടെ ലൈഫൊക്കെ നരകമായി മാറും. അതുകൊണ്ട് അങ്ങനെ ഒരു നിയമത്തിലും എഴുതിയിട്ടില്ല. ठीक है ओचू मिलाव ने अपना गला खकारते और अपनी त्योरियाँ चढ़ाते हुए कहा. खखाർന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഖാസ്തേ ഹുവേ എന്ന് കൊടുത്തിട്ടുണ്ട് മീനിങ്. പറഞ്ഞാൽ ചുമച്ചുകൊണ്ട്, അതിൻ്റെ അർത്ഥം ഇങ്ങനെ ചെറിയൊരു ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് എന്നൊക്കെ പറയില്ലേ. പിന്നെ ത്യോരിയാൻ ചടാന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെറ്റി ചുളിക്കുക, ബോഹെ ചടാന എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം പിരികമൊക്കെ ഇങ്ങനെ മേളിലേക്ക് ആക്കുക, പിരികെ മുകളിലേക്ക് ആക്കുമ്പോഴല്ലേ നെറ്റി ചുളിഞ്ഞ് വരിക. അപ്പോൾ എന്താണ്, ശരി എന്ന് ഓച്ചുമെലാവ് തൊണ്ട എന്നൊരു ചെറിയ ശബ്ദമൊക്കെ ഉണ്ടാക്കി പിന്നെ നെറ്റിയൊക്കെ ചുളിച്ചുകൊണ്ട് പുരികമൊക്കെ മുകളിലേക്കാക്കിക്കൊണ്ട് പറഞ്ഞു. ടീക്ക് ഹേ യഹ് തോ ബത്താവോ കി യഹ് കുത്ത കിസ്കാ ഹേ. എന്നിട്ട് ചോദിച്ചു, ശരിയാണ്, എന്നാൽ ഇത് പറയേ, ഈ പട്ടി ആരുടെയാണ്? മേ ഇസ് മാംലേക്കോ ചോടനെ വാല നഹി ഹോ. ഞാൻ ഈ കാര്യം വിടാൻ ഉദ്ദേശിക്കുന്നില്ല. കുത്തോങ്കോ ഇസ് തര ആവാര ചോട് ദേനെ കാ മസ മേ ഇൻകെ മാലിക്കോ കോ ചക്കാക്കർ രഹൂങ്ക. പട്ടികളെ ഇതുപോലെ ഇങ്ങനെ ആവാര ചോടുതേന പറഞ്ഞാൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് വിടുക. ഇങ്ങനെ ഫ്രീ ആയിട്ട് വിടുന്നതിനുള്ള രസം ഞാൻ ഈ ഉടമസ്ഥന്മാരെയൊക്കെ കാണിച്ചു കൊടുക്കാം. ചക്കാക്കർ രഹൂങ്ക എന്ന് വെച്ചാൽ കാണിച്ചു കൊടുക്കാം, മനസ്സിലാക്കി തരാമെന്നൊക്കെ പറയില്ലേ. ജോ കാനൂൻ കാ പാലൻ നഹീ കർത്തേ അബ് ഉൻ ലോഗോ സെ നിപട്നെ കാ വക്ത് ആ ഗയാ ഹെ. നിയമങ്ങളൊന്നും പാലിക്കാത്തവരാരൊക്കെയാണോ അവരെ ഡീൽ ചെയ്യാനുള്ള സമയം വന്നിരിക്കുകയാണ് ഇപ്പോൾ. നിപട്ന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു ഡീൽ വിത്ത്, അവരെ ഡീൽ ചെയ്യുക. നിപ്പട്ടന എന്നാണ് കേട്ടോ ശരിയായിട്ടുള്ളത്, പതങ്കിൻ്റെ പ. उस बदमाश आदमी को मैं इतना जुर्माना ठोकूंगा ताकि उसे इल्म हो जाए कि कुत्तों और जानवरों को इस तरह आवारा छोड़ देने का क्या नतीजा होता है. അപ്പോൾ ആ തെമ്മാടി, ബദ്മാഷ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തെമ്മാടി, അങ്ങനെയുള്ള ഒരാളെ ഞാൻ ഫൈനിടും. ജുർമാന ടോക്കുങ്ക, ഞാൻ നല്ലോണം ഫൈനിടും. ജുർമാന എന്ന് വെച്ചാൽ ഫൈന്. സോ ദാറ്റ്, താക്കി എന്ന് വെച്ചാൽ സോ ദാറ്റ്, ഈ ഉസെ ഇൽമു ഹോ ജായ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാഠം പഠിക്കുക എന്നൊക്കെ പറയില്ലേ. അവൻ മനസ്സിലാക്കി, അവൻ
അവൻ മനസ്സിലാക്കിക്കോളും, അവൻ അറിഞ്ഞോളും എന്നൊക്കെ പറയില്ലേ, അതാണ് ഇൽമു ഹോ ജായ് എന്ന് വെച്ചാൽ. അവനൊരു പാഠം പഠിക്കും. കുത്തോ ഓർ ജാൻവറും കോ ഇസ് തരഹ ആവാര ചോട് ദേനെ കാ ക്യാ നതീജ ഹോത്താ ഹെ. പട്ടികളെയും മൃഗങ്ങളെയൊക്കെ ഇതുപോലെ ഫ്രീ ആയിട്ട് വിടുന്നതിൻ്റെ റിസൾട്ട് എന്തായിരിക്കുമെന്ന് അവന് മനസ്സിലാവും. മെ ഉസേ ടീക്ക് കർക്കെ രഹൂങ്ക, ഞാൻ അവനെ ശരിയാക്കിയിട്ടേ ഉള്ളൂ ഇനി. തബ് സിപ്പാഹി കി തരഫ് മുഡ്കർ ഉസ്നെ അപ്നി ബാത് ജാരി രക്കി. പിന്നെ ആ സിപ്പാഹിയുടെ അടുത്ത് തിരിഞ്ഞിട്ട് തൻ്റെ വർത്തമാനം കണ്ടിന്യൂ ചെയ്തു. എൽദ്രീൻ, അയാളെ വിളിച്ചു. എൽദ്രീൻ, പത്താ ലഗാവോ യഹ് പില്ല കിസ്കാ ഹെ. നീ ഫൈൻഡ് ഔട്ട്, പത്താ ലഗാവോ പറഞ്ഞ കണ്ടുപിടിക്കുക ഈ പപ്പി, ഈ പട്ടിക്കുട്ടി ആരുടെയാണെന്ന്. ഓർ ഇസ്കി പൂരി റിപ്പോർട്ട് തയ്യാർ കറോ, ഇതിൻ്റെ മുഴുവൻ റിപ്പോർട്ടും തയ്യാർ ചെയ്യണം. ഇസ് കുത്തേക്കോ ബിനാ ദേരി കിയെ ഖത്തം കർ ദിയാ ജായ്. ഈ പട്ടിയെ അധികം വൈകാതെ പണി കഴിക്കണം ഇതിൻ്റെ. ഷായദ് പാഗൽ ഹോ, ഇത് ഭ്രാന്താണെന്നല്ല. മേ പൂച്ച് റഹാ ഹൂ ആക്കിർ യഹ് കിസ്കാ കുത്താ ഹെ. ഞാൻ ചോദിക്കുകയാണ്, ഇത് ആരുടെ പട്ടിയാണ്? मेरे ख्याल से यह जनरल ജിഗാലാവ് കാ ഹെ. ഭീഡ് സെ എക് ആവാസ് ഉബർ കർ ആയി. എനിക്ക് തോന്നുന്നത് ഇത് ജനറൽ ജിഗാലാവിൻ്റെ ആണെന്നാണ്. ആ തിരക്കിൽ നിന്ന് ഒരു ശബ്ദം ഉയർന്നു വന്നു. ഉബർക്കർ ആയി എന്ന് വെച്ചാൽ അങ്ങനെ വേറെ എടുത്ത് കേൾക്കുക. ജനറൽ ജിഗാലാവ് ഹൂ എൽദ്രീൻ മേരാ കോട്ട് ഉത്തർവാനെ മേ മേരി മദത് കറോ. ഉഫ്, ജനറൽ ജിഗാലാവോ? എൽദ്രീനെ വിളിച്ചു. ഇൻസ്പെക്ടർ എൽദ്രീനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ കോട്ട് ഒന്ന് അഴിക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്യൂ എന്ന് പറഞ്ഞു. ആജ് കിത്നി ഗർമി ഹെ. ഇന്ന് എന്ത് ചൂടാണ്. ലഗ് രഹാ ഹെ ബാരിഷ് ഹോക്കർ രഹേഗി. മഴ വരും എന്ന് തോന്നുന്നുണ്ട്, മഴ വരുന്നെന്നെ തോന്നുന്നുണ്ട്. വഹ് ക്യൂക്രിൻ കി തറഫ് മൂടാ. എന്നിട്ട് ക്യൂക്രീനെ നോക്കി. എന്നിട്ട് എന്താ പറഞ്ഞത്? ഏക് ബാത് മേരി സമജ് മേ നഹി ആത്തി ആക്കിർ ഇസ്നെ തുമെ കേസെ കാട്ട് ഖായ. ഒരു കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. അറ്റ് ലാസ്റ്റ്, ആഖിർ എന്ന് വെച്ചാൽ അറ്റ് ലാസ്റ്റ്, ഇത് നിന്നെ എങ്ങനെയാണ് കടിച്ചത്? ഇത് തുമാരി ഉംഗ്ലി തക് കേസെ പहुंचा കേസെ. ഇത് നിൻ്റെ വിരൽ വരെ എങ്ങനെയാണ് എത്തിപ്പെട്ടത്? തൂ ഇത്നാ ലംബ തഗട ആദ്മി ഓർ യഹ് റത്തി ബർക്ക ജാൻവർ. നീ ഇത്രയും വലിയ വണ്ണവും ഉയരമൊക്കെ ഉള്ള ഒരാൾ, പിന്നെ ഇതാണെന്നുണ്ടെങ്കിലോ റത്തി ബർക്ക ജാൻവർ എന്ന് വെച്ചാൽ ഒരു നിസാരമായിട്ടുള്ളൊരു മൃഗം. റത്തീബർ എന്ന് വെച്ചാൽ നിസാരമായിട്ടുള്ള, അല്ലെങ്കിൽ വളരെ അല്പം, വളരെ കുറഞ്ഞ, സില്ലി എന്നൊക്കെ പറയാം. ഉസെ റത്തി ഭർ ബി ശരം നെയ്യേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് കുറച്ചുകൂടി നാണമില്ല, അങ്ങനെയാണ് അത് യൂസ് ചെയ്യുക. ജറൂർ ഹി തേരി ഉംഗ്ലി പർ കോയി कील वगैरह गड़ गई होगी और तत्काल तूने सोचा होगा कि इसे कुत्ते के मत्थे मड़कर कुछ हर्जाना वगैरह ऐड कर फ़ायदा उठा लिया जाए. തീർച്ചയായിട്ടും എൻ്റെ വിരലിൽ വല്ല ആണിയോ മറ്റോ തട്ടിയതായിരിക്കും. കീൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആണി, അത് വല്ലതും തട്ടിയതായിരിക്കും. എന്നിട്ട് തത്കാലം എന്ന് വെച്ചാൽ തത്കാലം അല്ലാന്നുണ്ടെങ്കിൽ ആ ടൈം ബി. അപ്പം നീ വിചാരിച്ചിട്ടുണ്ടാവും ഇതിനെ ഈ പട്ടിയുടെ തലയിലിട്ടിട്ട് മത്തേ മടന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പട്ടിയുടെ തലയിലിടുക, പറഞ്ഞാൽ അതാണ് ചെയ്തതെന്ന് പറയുക. അങ്ങനെ പറഞ്ഞിട്ട് കുച്ച് ഹർജാന വഗേര ഏട്ട്കർ, എന്തെങ്കിലും കോമ്പൻസേഷനൊക്കെ വാങ്ങുക. ഏട്ട്കർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? നേരമാർഗം കോമ്പൻസേഷൻ വാങ്ങുകയല്ല, ബലപൂർവകമായിട്ട് വാങ്ങിക്കുക. ഫോഴ്സിബ്ലി പറഞ്ഞാൽ ദബാവ് ഡാൽക്കർ പൈസ ലേന, അതിനാണ് ഏട്ട്കർ എന്ന് പറയാം. അപ്പോൾ ഏട്ട്കർ ഫായദ ഉഠാലേന, അങ്ങനെ പിന്നെ ബലപൂർവമായിട്ട് അതിനെ മുതലെടുക്കുക. അങ്ങനെ നീ വിചാരിച്ചിട്ടുണ്ടാവും. मैं तेरे जैसे शैतान लोगों को अच्छी तरह समझता हूँ. ഞാൻ എനിക്ക് നിന്നെ പോലുള്ള ശൈത്താനായിട്ടുള്ള ആൾക്കാരെ എനിക്ക് നന്നായി മനസ്സിലാവും. इसने अपनी जलती सिगरेट से इस कुत्ते की नाक यूं ही जला डाली होगी हुजूर. അപ്പോൾ പിന്നാരാ പറഞ്ഞത്? പിന്നെ സിപ്പാഹി പറഞ്ഞു, ഇവൻ അവൻ്റെ കത്തുന്ന സിഗരറ്റിനെ കൊണ്ട് ആ പട്ടിയുടെ മൂക്കിലോ മറ്റേ വെച്ചിട്ട് പൊള്ളിച്ചിട്ടുണ്ടാവും ഹുസൂർ സാറേ, അങ്ങനെ ചെയ്തിട്ടുണ്ടാവും എന്ന് സിപ്പാഹി പറഞ്ഞു. വർണ്ണ യഹ് കുത്ത ബേവക്കൂഫ് ഹേ ക്യാ ജോ ഇസെ കാട്ട് ഖാത്താ ഹെ. അല്ലാന്നുണ്ടെങ്കിൽ ഈ പട്ടി എന്താ വിഡ്ഢിയാണോ ഇവനെ പോയി കടിക്കാൻ? എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. എൽദ്രീനെ കഹ, എൽദ്രീൻ പറഞ്ഞു. പിന്നെ എൽദ്രീൻ എന്താ പറയണേ? ഹുസൂർ मैं जानता हूँ ये क्यूक्रीन हमेशा कोई ना कोई शरारत करता रहता है. എനിക്കറിയാം ഹുസൂർ സാറേ, എനിക്കറിയാം ഈ ക്യൂക്രീൻ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണ്ടത്തരങ്ങൾ ഒപ്പിക്കുന്നുള്ളത് എനിക്കറിയാം. ശരാരത്ത് എന്ന് പറഞ്ഞാൽ വികൃതി, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ആദ്യം വലിയ വീരവാദം മുഴക്കി ഇൻസ്പെക്ടർ അല്ലേ, ഞാൻ എല്ലാവരും നിയമം പഠിപ്പിക്കും, അല്ലെങ്കിൽ പട്ടിയുടെ പണി കഴിക്കും, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് അത് ജനറൽ ജിഗാലാവിൻ്റെ ആണെന്ന് അറിഞ്ഞ സമയത്ത് എന്താണ്? ആ വെർഷൻ മൊത്തം മാറ്റി അങ്ങോട്ട് നേരെ ഇയാളുടെ മേലെ, ക്യൂക്രീൻ്റെ മേലെ എല്ലാം ഇട്ടു, തലയിലിട്ടു. അത് മാത്രമല്ല അയാളും മാറി, അതിനൊപ്പം എന്താണ് സിപ്പാഹിയും അതേപോലെ മാറ്റി പറയാൻ തുടങ്ങി. അതാണ് ഇവിടെ ഗിർഗിട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്, ഓന്തിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓറ്റോമെലാവ് ഒരു ഇൻസ്പെക്ടറാണ്. ജനറൽ ജിഗാലാവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കാട്ടിലും എത്രയോ വലിയ പോസ്റ്റാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ മാറ്റി മറിച്ചൊക്കെ പറയുന്നത് അല്ലേ. അബേ തൂനെ മുझे ऐसा करते जब देखा ही नहीं तो झूठ मूठ में सब क्यों बके जा रहा है. അപ്പോൾ പിന്നെ ഇവിടെ ആരാ പറയുന്നത്? ക്യൂക്രീൻ പറയാണ്, എടാ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യം വന്നിട്ട് പറയുകയാണ്. ആരെടുത്താ പറയണത്? ആ സിപ്പാഹിയുടെ അടുത്ത് പറയാണ്, നീ എന്നെ ഇങ്ങനെ ചെയ്തിട്ട് കണ്ടിട്ടേ ഇല്ല എന്നുണ്ടെങ്കിൽ നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ നുണ പറയുന്നത്? ഹുജൂർ തോ ഖുദ് ബുദ്ധിമാൻ ആദ്മി ഹെ और बखूबी जानते हैं. സാറ് സ്വയം ബുദ്ധി
ബുദ്ധിമാൻ ആദ്മിയാണ്, ബുദ്ധിയുള്ള മനുഷ്യനാണ്, പിന്നെ നല്ലവണ്ണം സാറിന് അറിയാം. ബഖൂബി എന്ന് വെച്ചാൽ അച്ചിത്തറ, അപ്പോൾ നന്നായിട്ട് അറിയാം. കി കോൺ സച്ച് ബോൾ രഹാ ഹെ ഓർ കോൺ ജൂട്ട, ആരാണ് സത്യം പറയുന്നത് ആരാണ് നുണ പറയുന്നതെന്ന് സാറിന് നന്നായിട്ട് അറിയാം. യദി മേ झूठ बोलता पाया जाऊँ तो मुझ पर अदालत में मुकदमा ठोक दो, എങ്ങാനും ഞാൻ കള്ളം പറയുകയാണ്, ഞാൻ നുണ പറയണമെന്ന് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കോർട്ടിൽ എൻ്റെ പേരിൽ കേസ് കൊടുത്തോ. കാനൂൻ സമ്മത് तो यही है कि सब लोग अब बराबर है, ആ കാനൂൻ സമ്മത്ത് നിയമത്തിൻ്റെ സഹമതി പറഞ്ഞാൽ നിയമം പാലിച്ചിരിക്കുന്നത്, നിയമം പറയുന്നത്. സമ്മത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സഹമത് അല്ലെങ്കിൽ മാനാ ഗയാ ഹെ എന്ന് പറയാം, മാൻ ഗയാ ഹെ. നിയമം പറയുന്നത് എന്താണ്? സബ് ലോക ബറാബർ, എല്ലാവരും ഈക്വൽ ആണെന്നാണ് നിയമം പറയുന്നത്. കേസ് കൊടുത്തോ. മേ यदि आप चाहे तो यह भी बता दूं कि मेरा एक भाई भी पुलिस में है. നിങ്ങൾക്കറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം കൂടി പറയാം, എൻ്റെ ഒരു ബ്രദറും പോലീസിലാണ്. ബക്വാസ് ബന്ദ് കറോ. പിന്നെ ആരാ പറഞ്ഞു? ഓജുമലാവ് പറഞ്ഞു ബക്വാസ് ബന്ദ് കറോ. ബക്വാസ് എന്ന് വെച്ചാൽ റബിഷ്, നോൺസെൻസ്. മിണ്ടാതിരിക്കുക അവിടെ. നഹി യഹ് ജനറൽ സാഹബ് കാ കുത്ത നഹി ഹെ, ഇത് ജനറൽ സാഹബിൻ്റെ കുത്തിയൊന്നും അല്ല, പട്ടിയൊന്നും അല്ല. സിപ്പാഹിനെ ഗംഭീരതാപൂർവ്വക് ടിപ്പണിക്ക്, അപ്പോൾ സിപ്പാഹി ഭയങ്കര ഗംഭീരമായിട്ട് പറഞ്ഞു അങ്ങനെ. ജനറൽ സാഹബ് കെ പാസ് ऐसा कोई कुत्ता नहीं है, उनके तो सभी कुत्ते പോണ്ടർ ഹെ. അപ്പം സിപ്പാഹി പറഞ്ഞു ജനറൽ സാഹബിൻ്റെ അടുത്ത് ഇങ്ങനത്തെ പട്ടികളൊന്നുമില്ല, അവരുടെ എല്ലാ പട്ടികളും എന്താണ്? പോണ്ടർ എന്നുള്ള ഒരു ബ്രീഡാണ്. തും വിശ്വാസ്യ കെഹ് രഹേ ഹോ. അപ്പോൾ ഓച്ചുമലാവ് ചോദിക്കും, നീ വിശ്വാസത്തോടു കൂടി പറയുകയാണോ ഇത്? ഏകദം ഹുസൂർ തികച്ചും സർ, തും സഹി കെഹത്തെ ഹോ, നീ ശരിയാണ് പറയുന്നത്. ജനറൽ സാഹബ് കി സബി കുത്തെ മെഹങ്കെ ഓർ അച്ചി നസ്ല കെ ഹെ. ജനറൽ സാഹബിൻ്റെ എല്ലാ കുത്തകളും എല്ലാ പട്ടികളും എന്താണ്? നല്ല വിലയേറിയതും നല്ല ബ്രീഡുമാണ്, നസ്ല ബ്രീഡ്. ഓർ യഹ് ജറ ഇസ് പർ നസർ തോ ദൗഡാവോ. പിന്നെ ഈ പട്ടിയോ, ഇതിനെ ഒന്ന് നോക്ക് നല്ലോണം. കിത്തന ബദ്ദ ഓർ മരിയൽ സാ പില്ല ഹെ, എത്ര വൃത്തികെട്ടതും. മരിയൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ വീക്കായിട്ടുള്ള, അങ്ങനെ വളരെ വീക്കായിട്ടുള്ളൊരു പട്ടിക്കുട്ടിയാണ്. പില്ല എന്ന് വെച്ചാൽ പപ്പി പട്ടിക്കുട്ടിയാണ്. ബദ്ദ എന്ന് വെച്ചാൽ കുരൂപ്പ്, ഗന്ധ എന്ന് പറയാം. മരിയൽ എന്ന് വെച്ചാൽ നമ്മൾ മരിക്കാൻ കൂടി ശേഷിയില്ലാത്തതെന്ന് പറയില്ലേ, അതുപോലെ വീക്കായിട്ടുള്ളത്. കൊയ് സഭ്യ ആദ്മി ആസാ കുത്തേ കാഹക്കോ പാലേക. സഭ്യ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൊസൈറ്റിയിലെ കുറച്ച് കൾച്ചറൊക്കെ ഉള്ള, പറഞ്ഞാൽ കുറച്ച് വലിയ ആൾ, അങ്ങനത്തെ ഉള്ള ഒരാൾ ഇങ്ങനൊരു പട്ടി എന്തിനാണ് വളർത്തുന്നത്? തും ലോഗോം കാ ദിമാഗ് ഖരാബ് തോ നഹി ഹോ ഗയാ ഹെ, നിങ്ങൾക്ക് എന്താ പിന്നെ തലയ്ക്ക് വെളിവില്ലേ, അല്ലെങ്കിൽ നിങ്ങൾ എന്താ പ്രാന്തായോ എന്നൊക്കെ ചോദിക്കാന്. യദി ഇസ് തരഹ കാ കുത്ത മോസ്കോ യാ പീറ്റേഴ്സ്ബർഗ് മേ ദിഖ് ജാതാ ഹെ തോ മാലൂം ഹോ ഉസ്കാ ക്യാ ഹശ്ർ ഹോത്ത. ഇതുപോലുള്ള പട്ടികൾ മോസ്കോയിലോ പീറ്റേഴ്സ്ബർഗിലോ ഒക്കെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, കാണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എന്താണ് കണ്ടീഷൻ എന്ന് നിങ്ങൾക്കറിയോ? തബ് കാനൂൻ കി പർവാഹ കിയെ ബഗർ ഇസ്കി ചുട്ടി കർദി ജാത്തി ഹെ. അപ്പോൾ നിയമം ഒന്നും പറഞ്ഞാൽ നിയമത്തിനൊന്നും വകവെച്ച് കൊടുക്കാതെ അതിന് വകവരുത്തും, പറഞ്ഞാൽ അതിനെ കൊന്നുകളയും എന്നാണ് പറയുന്നത്. ഇതുപോലെ വൃത്തികെട്ട പട്ടികളെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൊന്നുകളയും എന്നാണ് പറയുന്നത്. തുജെ ഇസ്നെ ഘാട്ട് കായാ ഹെ, നിന്നെ ഇത് കടിച്ചോ? तो प्यारे एक बात गांठ बात ले, इसे ऐसे मत छोड़ देना. അപ്പോൾ പ്യാരെ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സ്നേഹത്തിൽ പറയാണ്, ഒരു കാര്യം ഉറപ്പിച്ചോ അല്ലെങ്കിൽ ഓർമ്മ വെച്ചോ, ഇതിനെ ഇങ്ങനെ വിടാൻ പറ്റില്ല. അപ്പം ഗാಂಠ് ബാന്ധന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേർഡ് മീനിങ് എന്താണ്? ഗാಂಠ് എന്ന് വെച്ചാൽ കെട്ട്, ബാന്തിലോ കെട്ടുക പറഞ്ഞാൽ നമ്മൾ ശരിക്കും എന്തെങ്കിലും കയറ് കൊണ്ടൊക്കെ കെട്ടില്ലേ, അതിന് ഗാಂಠ് എന്ന് വെച്ചാൽ KN നോട്ട് അങ്ങനെ, അതിനാണ് ഗാಂಠ് എന്ന് പറയുക കേട്ടോ. പക്ഷേ നമ്മളത് മുഹാവരിയായിട്ടും പറയും. എന്തെങ്കിലും ഒരു കാര്യം ഉറപ്പിച്ചോ അല്ലെങ്കിൽ ഇതെന്നും ഓർമ്മ വെച്ചോ, എന്നും ഓർമ്മിക്കേണ്ട കാര്യമാണെന്ന് പറയില്ലേ, അതിന് നമ്മൾ ഗാಂಠ് ബാന്തിലെ എന്ന് പറയും. ഇസെ ऐसे मत छोड़ देना, ഇങ്ങനെ വിടണ്ട. ഇസെ ഹർ ഹാലത്ത് മേ മജ ചക്വായ ജാന ജറൂരി ഹെ, ഇതിനെ ഏത് കണ്ടീഷനിലും ഇതിനെ ഒരു പാഠം പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ്. ऐसे वक्त में, അങ്ങനെയുള്ള സമയത്ത് ഷായദ് ജനറൽ സാഹബ് കാ ഹി കുത്ത ഹെ, ഒരു പക്ഷേ ഇത് ജനറൽ സാഹബിൻ്റെ തന്നെയാണ് പട്ടി. ഗംഭീരദാസെ സോസ്തെ ഹുയെ സിപ്പാഹിനെ കഹ. പിന്നെയും വളരെ സീരിയസ് ആയിട്ട് ആലോചിച്ചുകൊണ്ട് സിപ്പാഹി പറഞ്ഞു അവിടെ. ഇസെ ദേഖ് ലേനെ ഭർസെ തോ നഹി കഹാ ജാ സക്ത കി യഹ് ഉൻകാ നഹി ഹെ. അപ്പോൾ ഇതിനെ കണ്ടിട്ട് പറയാൻ പറ്റില്ല നമുക്ക്, പറഞ്ഞാൽ ഇങ്ങനൊരു രൂപം കണ്ടിട്ട് മാത്രം നമുക്ക് ഇത് അദ്ദേഹത്തിൻ്റെ അല്ല, ജനറൽ സാഹബിൻ്റെ അല്ല എന്ന് പറയാൻ സാധിക്കില്ല. കൽഹി മേനെ ബിൽക്കുൽ ഇസി കി തരഹ കാ ഏക് കുത്ത ഉൻകെ ആംഗൻ മേ ദേഖാ താ. ഇന്നലെയാണ് ഞാൻ ഇതേപോലത്തുള്ള ഒരു പട്ടിയെ അദ്ദേഹത്തിൻ്റെ മുറ്റത്ത് കണ്ടത്. യഹ് ജനറൽ സാഹബ് കാ ഹി തോ ഹെ, ഇത് ജനറൽ സാഹബിൻ്റെ തന്നെയാണ്. ഭീഡ് മേ സെ ഏക് ആവാജ് ഉബർ ആയി. ആ ക്രൗഡിൽ നിന്ന് ഒരു ശബ്ദം ഉയർന്നു വന്നു. ആരാണത്? ഓച്ചുമെലാവാണ്. ഇവർ പിന്നെയും മാറ്റി പറയാൻ കാരണം എന്താണ്? ക്യൂക്രിൻ എന്താ പറഞ്ഞത്? എൻ്റെ ബ്രദർ പോലീസാണെന്ന് പറഞ്ഞു. അത് ഉള്ളതോ ഇല്ലാത്തതൊന്നും അറിയില്ല, വെറുതെ പറഞ്ഞതായിരിക്കും ചില സമയത്ത് അല്ലേ. അപ്പോഴാണ് ഇവർ പിന്നെയും മാറ്റി പറയാൻ തുടങ്ങിയത്. ഹൂ എൽദ്രീൻ മേരാ കോട്ട് പെഹൻലേനെ ജറാ മേരി മദത് കറോ. എൽദ്രീനെ വിളിച്ചു. എന്നിട്ട് എന്താ പറഞ്ഞു ഓച്ചുമെല? എന്നെ ഈ കോട്ടിടാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. മുझे इस हवा से ठंड लगने लगी है, എനിക്ക് ഈ കാറ്റിൽ തണുക്കുന്നു എനിക്ക്.
इस कुत्ते को जनरल साहब के पास ले जाओ और पता लगाओ कि क्या यह उन्हीं का तो नहीं है. ഈ പട്ടിയെ ജനറൽ സാഹബിൻ്റെ അടുത്ത് കൊണ്ടുപോ, എന്നിട്ട് പിന്നെ മനസ്സിലാക്കി കണ്ടുപിടിക്ക് അത് അവരുടെ തന്നെയാണോ അല്ലയോ എന്ന്. ഉൻസെ कहना कि यह मुझे मिला और मैंने इसे वापस उनके पास भेजा है. അവരുടെ അടുത്ത് പറയണം. ആരുടെ അടുത്ത് പറയണം? ജനറൽ സാഹബിൻ്റെ അടുത്ത്. അപ്പോൾ ജനറലിൻ്റെ അടുത്ത് പറയണം, പിന്നെ എനിക്കിത് കിട്ടിയിട്ടുണ്ട്, ഞാനതിനെ തിരിച്ച് നിങ്ങളുടെ അടുത്ത് അയക്കുകയാണെന്ന്. എന്തിനെ? പട്ടിയെ. और उनसे यह भी विनती करना कि वे इसे गली में चले आने से रोके. പിന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇതും റിക്വസ്റ്റ് ചെയ്യണം. എന്താണ്? ഈ പട്ടി ഇനിയും ഈ തെരുവുകളിലൊക്കെ ഈ ലൈനുകളിലൊക്കെ വരുന്നത് തടയാൻ അതും പറയണം. ലഗ്ത ഹെ കി യഹ് കാഫി മെഹങ്ക പ്രാണി ഹെ. തോന്നുന്നു ഇതൊരു വിലയേറിയ പ്രാണിയാണെന്ന് തോന്നുന്നു. और यदि हाँ हर गुंडा बदमाश इसके नाक में जलती सिगरेट घुसेड़ने लगे. ഇതിന് എല്ലാ ഗുണ്ടാ ബദ്മാഷ് പറഞ്ഞ ഗുണ്ടകളും തെമ്മാടികളും ഒക്കെ ഇതിൻ്റെ മൂക്കിലൊക്കെ പൊള്ളുന്ന സിഗരറ്റിനെയൊക്കെ വെക്കാൻ തുടങ്ങിയാൽ, പൊള്ളിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ യഹ് തബാഹി ഹോ ജായേഗ, ഇത് മുഴുവനായിട്ടും നശിച്ചു പോകുക തന്നെ ചെയ്യും. അല്ലേ? എത്ര മാറ്റി പറയാൻ തുടങ്ങിയല്ലേ. തുമ്മെ മാലൂം ഹേ കുത്ത കിത്തന നാസുക് പ്രാണി ഹേ. നിനക്കറിയോ പട്ടി എന്നുള്ളത് എത്ര നാസുക്ക് പറഞ്ഞാൽ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള, എത്ര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്രാണിയാണെന്ന്. ഓർ തു അപ്ന ഹാത്ത് നീച്ചെ കർബേ. നീ നിൻ്റെ കൈയിന് നീ താഴെ ഇടടാ എന്ന് പറഞ്ഞു. കർബേ ബേ എന്നൊക്കെ പറഞ്ഞാൽ ഒരു റെസ്പെക്റ്റ് ഇല്ലാതെ ഡാ എന്നൊക്കെ പറയില്ലത്. ഗധ കഹിക. കഴുത. അപ്പനി ഇസ് ബദ്ദി ഉംഗലി കോ ദിഖാന ബന്ദ് കർ. നിൻ്റെ ഈ വൃത്തികെട്ട വിരലിനെ കാണിക്കാൻ അവിടെ നിർത്ത്. യഹ് സബ് തെരി അപ്നി ഗൽത്തി ഹെ. ഇതെല്ലാം നിൻ്റെ തെറ്റാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ ആരാണ് പറയുന്നത്? ഓച്ചുമെലാവാണ് ഇതൊക്കെ പറയുന്നത്. ഉധർ ദേഖോ ജനറൽ സാഹബ് കാ ബാവർച്ചി ആ രഹാ ഹെ. അവിടെ നോക്ക്, ജനറൽ സാഹബിൻ്റെ ബാവർച്ചി എന്ന് വെച്ചാൽ കുക്ക് വരുന്നു. ജറ ഉസെ പത്താ ലഗാത്തെ ഹെ. അപ്പോൾ അയാളുടെ ഇന്ന് നമുക്ക് മനസ്സിലാക്കാം എന്താണ്. ഓ പ്രഖോർ. പ്രഖോർ അയാളെ വിളിച്ചു. പ്രഖോർ എന്ന അയാളുടെ പേരാണ്, ജനറൽ സാഹബിൻ്റെ കുക്ക്. ഇതർ ആന ഭായി, ഇങ്ങോട്ട് വാ ഒന്ന്. ഇസ് കുത്തേക്കോത്തോ പെഹച്ചാനോ. ഈ പട്ടിയെ കണ്ടൊന്ന് മനസ്സിലാക്കുക, ഇത് ആരുടെ എന്ന് തിരിച്ചറിയൂ എന്ന് ചോദിക്കുകയാണ്. ക്യാ യഹ് തുമാരെ യഹാ കാ ഹെ. നിങ്ങളുടെ വീട്ടിലത്തെയാണോ ഇത്? एक बार फिर से तो कहो. ഇനി ഒരിക്കൽ കൂടി പറ. ഇസ് തര കാ പില്ല തോ ഹംനെ കൈ ജിന്ദഗിയോ മെ നഹി ദേഖാ ഹോഗാ. ഇതുപോലൊരു പട്ടിക്കുട്ടിയെ ഞങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പില്ല എന്ന് വെച്ചാൽ പപ്പി, പട്ടിക്കുട്ടി. ആക്ച്വലി അതൊരു കുട്ടിയാണ് കേട്ടോ. अब अधिक जांचने की ज़रूरत नहीं है. ഓച്ചുമെലാവ് ने कहा यह ആവാര കുത്ത ഹെ. ഇനി കൂടുതൽ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജാഞ്ചന എന്ന് വെച്ചാൽ ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. ഇനി അതൊന്നും ആവശ്യമില്ല. ഓച്ചുമെലാവ് പറഞ്ഞു ഇതൊരു ആവാര കുത്ത തന്നെയാണ്. പറഞ്ഞ ആരും ഉടമസ്ഥതയൊന്നും ഇല്ലാതെ കറങ്ങി നടക്കുന്ന ഒരു പട്ടി അത് തന്നെയാണ്. ഇസ്കെ ബാരെ മേ ഇധർ ഖഡേ ഹോക്കർ ചർച്ച കർനെ കി ജറൂരത്ത് നഹി ഹെ. ഇനി ഇതിനെപ്പറ്റി ഇവിടെ നിന്ന് ചർച്ച ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മേ തുംസെ പെഹലെ ഹി കഹ ചുക്കാ ഹൂം കി യഹ് ആവാര ഹെ തോ ഹെ. ഞാൻ നിൻ്റെ അടുത്ത് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു ഇത് ആവാരക്കുത്ത ആണ് എന്ന്. ഇസേ മാർ ഡാലോ ഓർ സാര കിസ്സ ഖത്തം. ഇതിനെ അങ്ങോട്ട് കൊന്നുകളെ, എല്ലാ കഥയും കഴിഞ്ഞു. യഹ് ഹമാര നഹി ഹെ പ്രഖോറിനെ ആകെ കഹ. എന്നിട്ട് പ്രഖോർ ആരാണ്? കുക്ക്, ജനറലിൻ്റെ കുക്കാണ്. അപ്പോൾ കുക്ക് പിന്നെ എന്നിട്ട് പറഞ്ഞു, കണ്ടിന്യൂ ചെയ്തു അയാളുടെ വർത്തമാനം, ഇത് ഞങ്ങളുടെ അല്ല. പ്രഖോറിനെ ആകെ കഹ. പിന്നെ പറഞ്ഞു യഹ് തോ ജനറൽ സാഹബ് കെ ഭായി കാ ഹെ. ഇത് ജനറൽ സാഹബിൻ്റെ ബ്രദറിൻ്റെ ആണ് ഈ പട്ടി. ജോ തോടി ദേർ പെഹലെ ഇധർ പതാരെ ഹെ. അദ്ദേഹം കുറച്ച് നേരം മുമ്പാണ് ഇവിടെ വന്നത്. അപ്പനെ ജനറൽ സാഹബ് കോ ബാർ ജോയ്സ് നസ്ലെ കെ കുത്തോ മേ കോയി ദിൽചസ്പി നഹി ഹെ. ജനറൽ സാഹബിന് ബാർ ജോയ്സ് എന്നുള്ള ആ ബ്രീഡിൽ ആ പട്ടികളെ ഒരു ഇൻട്രസ്റ്റും ഇല്ല, ഇഷ്ടമല്ല. ഉൻകെ ബായി കോ യഹി നസ്ല് പസന്ത് ഹെ. എന്നാൽ അദ്ദേഹത്തിൻ്റെ ബ്രദറിനാണെന്നുണ്ടെങ്കിൽ ഈ ബ്രീഡ് ഇഷ്ടമാണ്. ക്യാ ജനറൽ സാഹബ് കെ ഭായ് സാഹബ് പതാർ ചുക്കേ ഹെ. ജനറൽ എന്താ പറഞ്ഞത്? ജനറൽ സാഹബിൻ്റെ ബ്രദർ ഇവിടെ വന്നിട്ടുണ്ടോ, എത്തിയിട്ടുണ്ടോ എന്ന് വ്ളാദിമിർ ഇവാനിച്ച് ആ ജനറലിൻ്റെ ബ്രദറിൻ്റെ പേരാണ് പറയുന്നത് എന്ന് ആരാണ് അങ്ങനെ ചോദിക്കുന്നത്? നമ്മുടെ ഓച്ചുമെലാവ് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഓച്ചുമെലാവിന് ഒരുപക്ഷെ ജനറൽ സാഹബിൻ്റെ ബ്രദറിനെ അറിയുമായിരിക്കും അല്ലേ? അതുപോലെയാണ് പറയുന്നത്. ഒരു പരിചയമുള്ളതാണ് ഓൾറെഡി. आह्लाद से सन आए अपने चेहरे को समेटते हुए ഓച്ചുമെലാവ് ने हैरानी के भाव प्रदर्शन के साथ कहा. ഭയങ്കര ആഹ്ലാദത്തോടുകൂടി, ഭയങ്കര സന്തോഷത്തോടുകൂടി അപ്നെ ചെഹ്രേക്കോ സമേറ്റത്തെ ഹുയെ എന്ന് വെച്ചാൽ മുഖമൊക്കെ ഒന്ന് ശരിയാക്കി, ലുക്കൊക്കെ ഒന്ന് ശരിയാക്കി വെച്ചിട്ട് ഓച്ചുമെലാവ് ഭയങ്കര ആശ്ചര്യത്തോടു കൂടിയിട്ട് പറഞ്ഞു, കിത്തന അദ്ഭുത് സംയോഗ് രഹ. എത്ര അദ്ഭുതമായിട്ടുള്ളൊരു കോയിൻസിഡൻസ് ആണ്, സംയോഗ് കോയിൻസിഡൻസ് ആണ്. और मुझे मालूम तक नहीं. എനിക്ക് അറിഞ്ഞതേ ഇല്ല. പറഞ്ഞ
പറഞ്ഞാൽ ഞാനിവിടെ വന്നു, അതിൻ്റെ പട്ടീനെ കണ്ടു, അത് അറിഞ്ഞതേ ഇല്ല അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ടെന്ന് ജനറൽ സാഹബിൻ്റെ ബ്രദർ. അബി കുച്ച് ദിൻ റുക്കെങ്കെ, ഇനി കുറച്ച് ദിവസം ഉണ്ടാവുമോ എന്താ പറഞ്ഞാൽ ജനറലിൻ്റെ ബ്രദർ വേറെ വെളിയിൽ നിന്ന് എവിടുന്നോ വന്നതാണെന്നാണ് ഇതിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ഇവർ ഓൾറെഡി പരിചയമുള്ള ആൾക്കാരും ആണ്. യേ സഹി ഹേ, ഇത് ശരിയാണ്. തനിക്ക് സോച്ചോ, ഒന്ന് ആലോചിക്കേ. തനിക്ക് എന്ന് വെച്ചാൽ കുറച്ച് ആലോചിക്കേ. വേ അപ്നെ ഭായ് സാഹബ് സെ മിൽനെ പതാരേ ഹേ, അദ്ദേഹത്തിൻ്റെ ഭായ് സാഹബിനെ കാണാൻ വന്നിരിക്കുകയാണ്. ഓർ മേ ഇतना भी नहीं जानता, എനിക്കിതും കൂടി അറിയില്ലായിരുന്നു എന്ന് പറയണേ. തോ യഹ് ഉൻകാ കുത്ത ഹേ, അപ്പം ഇത് അദ്ദേഹത്തിൻ്റെ പട്ടിയാണ്. ബഹുത് ഖുഷി ഹുയി, വളരെ സന്തോഷമായി. ഇസെ ലേ ജായിയെ, ഇതിനെ കൊണ്ടുവയ്ക്കോ. യഹ് തോ എക് അതിസുന്ദർ ഡോഗി ഹെ, ഇതൊരു വളരെ സുന്ദരനായിട്ടുള്ള ഒരു ഡോഗാണ്, പട്ടിയാണ്. യഹ് ഉസ്കി ഉംഗ്ലി പർ ഝപ്പട്ട് പടാത്ത, ഈ പട്ടി അയാളുടെ വിരലിൽ കടിച്ചിട്ടുണ്ടായിരുന്നു, പറഞ്ഞാൽ അതിൽ ചാടിയിട്ടുണ്ടായിരുന്നു, എടുത്ത് ചാടിയിട്ട്. ഹാ ബസ് മതി അബ് കാമ്പന ബന്ദ് കർ ബായി. അപ്പോൾ ഇതാരുടെ അടുത്താണ് പറയണത്? ഓച്ചുമല്ലാവ പട്ടിയുടെ അടുത്താണ് പറയണത്. ഇനി വറക്കിലൊക്കെ നിൽക്ക്. ഗർ നന്ന സ ശേത്താൻ ഗുസ്സെ മേ ഹെ. അപ്പോൾ ആ പട്ടി എന്താണ് ഗർന്ന് ശബ്ദം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു നന്നാന്ന് വെച്ചാൽ കുഞ്ഞ് ഷേത്താൻ വളരെ ദേഷ്യത്തിലാണ് എന്നൊക്കെ പറയണം. ഭയങ്കര സ്നേഹത്തോടു കൂടി പറയണം അല്ലേ. ബഹുത് ഖൂബ്സൂരത് പില്ല ഹെ, ഭയങ്കര നല്ല മനോഹരമായിട്ടുള്ള നല്ല ഭംഗിയുള്ള പിള്ളയാണ്. പില്ല എന്ന് വെച്ചാൽ പപ്പിയാണ്. അപ്പോൾ എത്ര പ്രാവശ്യമായി ഇപ്പം മാറണു അല്ലേ. ഏറ്റവും ആദ്യം എന്ത് പറഞ്ഞത്, ഞാൻ എല്ലാവരും ഈ നിയമം പഠിപ്പിച്ചു കൊടുക്കുക അങ്ങനെ എന്നൊക്കെ പറഞ്ഞു വൃത്തികെട്ടത്. പിന്നെ പറഞ്ഞു നിൻ്റെ വിരൽ വരെ ഇതെങ്ങനെ എത്തി അല്ലേ, നീ അതിൻ്റെ തലയിലിടുകയാണെന്ന് രണ്ടാമത്തെ പ്രാവശ്യം പറഞ്ഞു. പിന്നെ മൂന്നാമത് എന്ത് പറഞ്ഞ്, കുത്തേ മെഹങ്കേ ഹേ ഓർ അച്ഛേ നസ്ലിക്കെ ഹേ, അത് നല്ല വിലയേറിയ കുത്തയൊക്കെയാണ് എന്ന് പറഞ്ഞു. പിന്നെന്ത് പറഞ്ഞു, മോസ്കോ പീറ്റേഴ്സ്ബർഗ് അങ്ങനെയുള്ള സ്ഥലത്ത് ഇത്ര വൃത്തികെട്ടത് ഉണ്ടാവില്ല, അതിനെ കൊന്നു കളയണം പറഞ്ഞു. പിന്നെ പറഞ്ഞു അത് നാസുക്ക് പ്രാണി ഹേന്ന്. പിന്നെന്ത് പറഞ്ഞ്, അത് ആവാര കുത്ത ഹേ, ഞാൻ അപ്പളെ പറഞ്ഞില്ലേ അത് വെറുതെ ആവാര കുത്ത. പിന്നെന്താ പറഞ്ഞു, ഇപ്പോൾ ലാസ്റ്റിൽ എന്തെത്തി, ഇത്ര ഭംഗിയുള്ള പില്ലാഹേ, അത് ഖൂബ്സൂരത് പില്ലാഹേ എന്ന് വരെ എത്തിക്കഴിഞ്ഞു. എത്ര പ്രാവശ്യമായി അപ്പോൾ അവിടെ നിറം മാറുന്നു. പ്രഖോർ കുത്തി കോ സംഭാൽക്കർ കാട്ട്ഗോദാം സെ ബഹാർ ചലാ ഗയാ. പ്രഖോർ ആ കുക്ക് ആ പട്ടിയെ എടുത്തുകൊണ്ട് ആ ഗോഡൗണിൽ നിന്ന് അങ്ങടേക്ക് വെളിയിലേക്ക് പോയി. ഭീഡ് ക്യൂക്രീൻ കി ഹാലത് പർ ഹസ്ദി. അവിടെ ഉണ്ടായിരുന്ന തിരക്ക് കൂടിയ ആൾക്കാർ, ക്രൗഡെല്ലാം ക്യൂക്രീൻ്റെ ഈ കണ്ടീഷൻ കണ്ടിട്ട് ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ ക്യൂക്രീൻ എന്താ വിചാരിച്ച്, നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്, അപ്പോൾ നിയമം കൊണ്ട് എന്നെ രക്ഷിക്കുന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അവിടെ ഒന്നും സംഭവിച്ചില്ല അല്ലേ. എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. മേ തുജെ അഭി ടീക്ക് കർത്താ ഹൂ, ഞാൻ നിന്നെ ഇനി ശരിയാക്കാം. ഓച്ചു ആരുടെ അടുത്താണ് ഇത് പറയണത്? ക്യൂക്രീൻ്റെ അടുത്താണ് അത് പറയണത്. ഓച്ചു മെലാവനെ ഉसे धमकाया और अपने लंबे चोगे को शरीर पर ढालता हुआ बाजार के उस चौराहे को काट कर अपने रास्ते पर चला गया. ഞാൻ നിന്നെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഓച്ചുമെലാവ് ധംകായ ഭീഷണിപ്പെടുത്തി. എന്നിട്ട് ലംബെ ചോഗെ എന്ന് വെച്ചാൽ ഓവർകോട്ട് കേട്ടോ. ഓവർകോട്ടിൻ്റെ കാര്യം വെറുതെ പറയുന്നുണ്ടല്ലോ, പറഞ്ഞാൽ അത് കുറേ നീളമുള്ളതാണ്, അതാണ് പറയുന്നത്. ചോഗയെന്ന് വെച്ചാൽ കോട്ട്, പറഞ്ഞാൽ അതിന് ബട്ടണൊന്നും ഇല്ലാത്ത ഇങ്ങനെ വെറുതെ ഇടില്ലേ മേലെ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനെ ശരീരത്തിലേക്ക് ഇങ്ങനെ ഇട്ടു. നമ്മളതിനെ ധരിക്കണില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെറുതെ ഇടില്ലേ അങ്ങനെ. പിന്നെ എന്നിട്ട് ആ ബജാറിലുള്ള ചൗരാഹയ്ക്കോ ചൗരാഹ ക്രോസ് റോഡ്സ്, നാലും കൂടിയ മുക്ക്, അതൊക്കെ ക്രോസ് ചെയ്ത് അപ്നെ രസ്തേ പർ ചൽ ഗയാ. അയാളുടെ വഴിക്ക് അങ്ങോട്ട് പോയി. അപ്പോൾ ഇതിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത്? ഓച്ചോ മേല ബാർ രംഗ് ബദൽത്താ രഹ അല്ലേ, ബാർ ബാത്ത് ബദൽത്താ രഹ. അയാൾ വെറുതെ മാറ്റി പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ എന്താണ്, ആരുടെ അടുത്ത് അധികാരമുണ്ടോ പവറുണ്ടോ അപ്പോൾ അവരുടെയൊക്കെ ആൾക്കാർ കേൾക്കുള്ളൂ അല്ലേ, അവർക്കെല്ലാം കിട്ടും. ബാക്കിയുള്ളവർക്ക് ആരും കേൾക്കാനില്ല. ജിസ്കെ പാസ് സത്താ ഹേ അധികാർ ഹേ ഉൻകാ സബ് കുച്ച് സുൻതാ ഹേ ഉൻകാ ചൽത്താ ഹേ എന്നൊക്കെയാണ് ഇവിടെ അർത്ഥം. അപ്പോൾ എല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.